ലോകം വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് പലരും പ്രവചിക്കുന്നു. എണ്ണവില ബാരലിന് $100 കടക്കുമെന്നും പണപ്പെരുപ്പം കൂടുമെന്നും ആശങ്കകൾ ഉയരുന്നു. എന്നാൽ ഈ കൊടുങ്കാറ്റിലും പതറാതെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, അത് ഭാരതമാണ്. ലോകത്തെ വൻ ശക്തികൾ പോലും ആശങ്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അടിവരയിട്ട് പറയുകയാണ്. എന്താണ് ഇന്ത്യയുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ നോക്കാം. ലോകം യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ 2 കൂറ്റൻ എണ്ണ കപ്പലുകൾ മുംബൈ തീരത്ത് അടുത്തിരിക്കുകയാണ്. ഇത് വെറും കപ്പലുകളല്ല, മറിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ വിജയമാണ്. യുദ്ധം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള കരാറുകളിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയ ഇന്ധനമാണിത്. നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് അഥവാ ഭൂഗർഭ എണ്ണ ശേഖരങ്ങൾ നിറയ്ക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അടുക്കളയെയും വാഹനങ്ങളെയും അത് ബാധിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഈ പ്രതിസന്ധി ബാധിക്കില്ല എന്ന് പറയുന്നതിന് പിന്നിൽ വ്യക്തമായ സാമ്പത്തിക കാരണങ്ങളുണ്ട്. പണ്ട് നമ്മൾ എണ്ണയ്ക്കായി ഏതാനും ചില രാജ്യങ്ങളെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മോദി ഭരണകൂടം ആ നയം മാറ്റിമറിച്ചു. റഷ്യയിൽ നിന്നും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാനുള്ള കരാറുകൾ വഴി നമ്മുടെ ഊർജ്ജ സുരക്ഷ ഇന്ത്യ ഉറപ്പാക്കി. ആഗോള വിപണിയിൽ വില കൂടുമ്പോഴും ഇന്ത്യക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്നത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളുടെ കരുത്താണ്. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം കുറച്ചു നിർത്താൻ സഹായിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലാണുള്ളത്. രൂപയുടെ മൂല്യം ഇടിയാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചാലും അത് രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തെ ബാധിക്കാത്ത രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ രാജ്യം ആഭ്യന്തര ഉൽപാദനത്തിൽ കൈവരിച്ച നേട്ടം ഡോളറിനോടുള്ള നമ്മുടെ അമിത ആശ്രിതത്വം കുറച്ചിട്ടുണ്ട്. ഇത് ആഗോള പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ വിപണിയെ സജീവമായി നിലനിർത്തുകയാണ്. സാധാരണക്കാരന്റെയും കർഷകന്റെയും കാര്യത്തിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. എണ്ണ വില വർദ്ധിക്കുമ്പോൾ വളം നിർമ്മാണത്തിലുള്ള ചെലവും കൂടാറുണ്ട്. എന്നാൽ ഇതിന്റെ ഭാരം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാതെ ആയിരക്കണക്കിന് കോടി രൂപ സബ്സിഡിയായി നൽകാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ധനവില നിയന്ത്രിക്കാൻ നികുതി ഘടനയിൽ മാറ്റം വരുത്താനും സർക്കാർ സന്നദ്ധമാണ്. ഇതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സാധിക്കുകയാണ്. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും പണപ്പെരുപ്പം ഇരട്ട അക്കത്തിൽ എത്തിയപ്പോഴും ഭാരതത്തിൽ അത് കംഫർട്ട് സോണിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നത് ഈ കരുതലിന്റെ ഫലമാണ്. 2026 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം തുടരും. പ്രതിസന്ധികളെ ഭയപ്പെടുന്നതിന് പകരം അതിനെ എങ്ങനെ നേരിടണം എന്നതിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന് മാതൃകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ലോക വിപണിയെ മാറ്റുമ്പോഴും നമ്മുടെ വികസന കുതിപ്പ് തടയാൻ അതിന് കഴിയില്ല. ശക്തമായ നേതൃത്വവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയങ്ങളും ഉള്ളിടത്തോളം കാലം ഭാരതം സുരക്ഷിതമാണ്. മുംബൈ തീരത്തെത്തിയ ആ എണ്ണക്കപ്പലുകൾ വെറുമൊരു വാർത്തയല്ല, മറിച്ച് പുതിയ ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെയും ആത്മനിർഭർ ഭാരതയുടെയും അടയാളമാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പരിഹാരം കാണുന്ന പഴയ രീതി ഇന്ത്യ അവസാനിപ്പിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനെ സജീവമാക്കിയിരുന്നു. ഹോർമോസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ യുദ്ധം മൂലം തടസ്സപ്പെട്ടാൽ പോലും എണ്ണ വിതരണം മുടങ്ങാതിരിക്കാൻ ബദൽ മാർഗങ്ങൾ രാജ്യം നേരത്തെ തന്നെ ഉറപ്പുവരുത്തി. റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ലോകം മുഴുവൻ റഷ്യയെ തള്ളി പറഞ്ഞപ്പോഴും സ്വന്തം ജനതയുടെ താല്പര്യം മുൻനിർത്തി കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ കാണിച്ച ആർജവം ഇന്നും തുടരുകയാണ്. ആ നയതന്ത്ര മികവാണ് ഇന്ന് നമ്മുടെ വിപണിയിലെ ഈ സുരക്ഷിതത്വം. കടലിലെ യുദ്ധഭീഷണി ഇന്ത്യയെ ബാധിക്കാത്തതിന് മറ്റൊരു കാരണം നമ്മുടെ നാവികസേനയുടെ കരുത്താണ്. ചെങ്കടലിലും അറബിക്കടലിലും എണ്ണക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും കടൽ കൊള്ളയും വർദ്ധിച്ചപ്പോൾ ഇന്ത്യൻ നേവി അവിടെ നേരിട്ടിറങ്ങി സംരക്ഷണം നൽകി. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി എത്തുന്ന കപ്പലുകൾക്ക് കാവലൊരുക്കാൻ നമ്മുടെ യുദ്ധക്കപ്പലുകൾ കടലിലുണ്ട്. മുംബൈ തീരത്തെത്തിയ ആ 2 എണ്ണക്കപ്പലുകളും ഇത്തരത്തിൽ സൈനികവും നയതന്ത്രപരവുമായ സുരക്ഷാ വലയത്തിലൂടെയാണ് കടന്നു വന്നത്.
ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഭാരതത്തിലേക്കുള്ള ചരക്കു നീക്കത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. യുദ്ധം പലപ്പോഴും ലോകരാജ്യങ്ങളെ തമ്മിൽ അകറ്റാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും G20 രാജ്യങ്ങളുടെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ നേടിയെടുത്ത വിശ്വാസം തുണയ്ക്കുകയാണ്. ലോകത്തെ ഏറ്റവും അപകടകരമായ യുദ്ധഭൂമിയായി പശ്ചിമേഷ്യ മാറുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെ നോക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ കടൽപാത ഇറാൻ ഉദ്ദേശിച്ചാൽ നിമിഷ നേരം കൊണ്ട് അടച്ചുപൂട്ടാം. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ പോലും ഇവിടെ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടിനെ ഭയപ്പെടുമ്പോൾ ഭാരതം മാത്രം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് യാതൊരു തടസ്സവുമില്ലാതെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് മുംബൈ തീരത്തെത്തിയ നമ്മുടെ എണ്ണക്കപ്പലുകൾ. എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ത്യയുടെ കപ്പലുകളെ തടയാത്തത്? എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് ലഭിക്കാത്ത പരിഗണന ഇന്ത്യക്ക് മാത്രം ലഭിക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങളായി കെട്ടിപ്പടുത്ത ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ കഥയുണ്ട്. ലോകം മുഴുവൻ ഉപരോധങ്ങളുമായി ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഇന്ത്യ ഇറാനുമായുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധം മുറിച്ചു മാറ്റിയില്ല. ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നൽകിയ പിന്തുണ ഇറാൻ ഭരണകൂടത്തിന് ഇന്ത്യയോടുള്ള വിശ്വാസം തന്നെ വർദ്ധിപ്പിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭാരതം വെറും ഒരു വ്യാപാര പങ്കാളിയല്ല, മറിച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്താണ്. ഈ വിശ്വാസവും ബഹുമാനവുമാണ് യുദ്ധ സാഹചര്യത്തിലും ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയെ ബാധിക്കാത്ത തരത്തിൽ അനുമതി നൽകാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത്. ലോക വിപണിയിൽ എണ്ണയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ ഗ്രീൻ സിഗ്നൽ സൗകര്യം ലഭിക്കുന്നത് മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ പത്തരമാറ്റ വിജയമാണ്. ഇത് കേവലം എണ്ണയുടെ മാത്രം കാര്യമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഭാരതം കൈവരിച്ച സ്വാധീനത്തിന്റെ അടയാളമാണ്. ഒരു വശത്ത് അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധം പുലർത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇറാനുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുകയാണ്. ഈ സന്തുലിതമായ നയതന്ത്രമാണ് ഇന്ന് നമ്മുടെ എണ്ണക്കപ്പലുകൾക്ക് കാവലായി നിൽക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഭദ്രമാണെന്ന ഈ നീക്കത്തിലൂടെ ലോകത്തിന് വ്യക്തമായി കഴിഞ്ഞു. ഭാരതത്തിന്റെ നയതന്ത്ര കരുത്തിന് മുന്നിൽ ലോകം വഴിമാറുന്ന കാഴ്ചയാണിത്. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആഗോള വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ടെങ്കിലും ഭാരതം ഈ സാഹചര്യത്തെ നേരിടാൻ സജ്ജമാണ്. എണ്ണവില വർദ്ധിക്കുന്നത് സാധാരണഗതിയിൽ ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ സന്തുലിതമായ വിദേശ നയമാണ്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള ബഹുമാനവും ഇറാനുമായുള്ള നമ്മുടെ അടുത്ത ബന്ധവും കാരണം ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളിലൂടെ ഇന്ത്യയുടെ ഇന്ധന കപ്പലുകൾക്ക് തടസ്സമില്ലാതെ വരാൻ സാധിക്കുന്നു. രണ്ടാമതായി, വരും മാസങ്ങളിലേക്ക് ആവശ്യമായ എണ്ണ മുൻകൂട്ടി സംഭരിച്ചു വെക്കാനും വിതരണ ശൃംഖല ഉറപ്പുവരുത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി, രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇന്ന് വളരെ ശക്തമാണ്. എണ്ണവില കൂടിയാൽ പോലും അത് സാധാരണക്കാരെയും മറ്റും ബാധിക്കാത്ത രീതിയിൽ സബ്സിഡികൾ നൽകാനും വിപണിയിൽ ഇടപെടാനും സർക്കാരിന് സാധിക്കും. ലോകം സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോഴും ഇന്ത്യ സുരക്ഷിതമായി മുന്നോട്ടു പോകുകയാണ്. ഏത് പ്രതിസന്ധി വന്നാലും രാജ്യത്തിന്റെ വികസനത്തെയും സാധാരണക്കാരന്റെ ജീവിതത്തെയും ബാധിക്കാത്ത രീതിയിലുള്ള പരിഹാരങ്ങൾ മോദി സർക്കാർ കൃത്യമായി നടപ്പിലാക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. വരും വർഷങ്ങളിലും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം തുടരുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.